സിൽക്കി കോട്ട ഫാബ്രിക്കിലെ ബ്രഷ് പെയിന്റും ഹാൻഡ് എംബ്രോയിഡറി വരുന്ന സൽവാർ സെറ്റാണ് കാണുന്നത്. മൂന്നല്ല 4 ഷെയ്ഡിലാണ് നമ്മൾ ഈ ഒരു സെറ്റ് കൊണ്ടുവന്നേക്കുന്നത്. ഫസ്റ്റ് പാറ്റേൺ വരുമ്പോഴത്തേക്ക് ഇതൊരു വീനെക്ക് പാറ്റേൺ ആണ്. ഓവർലാപ്പ് ചെയ്തിട്ടുള്ള വീനെക്ക് പാറ്റേണിൽ ബ്രഷ് പെയിന്റും ചെയ്തിട്ടുണ്ട്, ഹാൻഡ് വർക്കും വരുന്നുണ്ട്. ഇതിൽ മസ്റ്റേർഡ് യെല്ലോയും ഗ്രീന് പിങ്കിൻ്റെ 2 ടോൺ ഇങ്ങനെയാണ് കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത്. സൈഡിൽ ലാഡർ ലേസ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് നമുക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഒരു ചെക്ക് പാറ്റേണിലാട്ടോ ഈ ഒരു ഫാബ്രിക് വരുന്നത്. ഇതിൻ്റെ ഭംഗി ശരിക്കും ഇതിൻ്റെ ആ ഒരു ദുപ്പട്ടയാണ്. ദുപ്പട്ട ഇങ്ങനെയാട്ടോ നമുക്ക് വരുന്നത്. അതിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ബ്രഷ് പെയിൻറ് ചെയ്ത് ഒന്ന് സിമ്പിൾ ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് ചെയ്തേക്കുന്നത്. സൈഡിൽ ക്രോഷിയോയുടെ ലേസ് പാറ്റേൺ ഉണ്ട്. എന്നിട്ട് എൻഡിൽ കോർണറിൽ നമുക്ക് ഇങ്ങനെ കണ്ടോ ഈ ഒരു എൽ ഷേപ്പിലുള്ള ഒരു എംബ്രോയിഡറി പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത്. ബോട്ടം വരുമ്പോഴത്തേക്ക് കോട്ടൺ ബോട്ടം ആണ് പെയർ ചെയ്തേക്കുന്നത്. അതുപോലെ ഇതിൻ്റെ കളേഴ്സ് നമുക്ക് വരുമ്പോഴത്തേക്ക് നല്ലൊരു ബേബി പിങ്ക് ടോൺ വരുന്നുണ്ട്, ബ്ലൂ ഷെയ്ഡിൽ വരുന്നുണ്ട്, പിന്നെ വന്നിരിക്കുന്നത് ഗ്രീൻ കളർ ടോൺ. നല്ല രസമായിട്ട് വരുന്ന പാറ്റേൺ ആണ്. ഓരോന്നായിട്ട് കണ്ടുനോക്കാം. നല്ല രസമായിട്ടാണ് ഈ ഒരു സൽവാർ സെറ്റ് പാറ്റേൺ നമുക്ക് വന്നേക്കുന്നത്. ഞാൻ ഇപ്പോൾ കാണിച്ച ആ ഒരു സെയിം പാറ്റേണിലെ ബ്രഷ് പെയിൻറ്റ് വരുമ്പോൾ നല്ല ഭംഗിയാണ്. അതുപോലെ ദാമൻ ഏരിയയിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലവർ ഡിസൈൻ, അതായത് ബ്രഷ് പെയിൻറ്റ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചില്ല അത്. പിന്നെ ഒരു ക്രോഷ്യ ലേസ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. കോട്ടൺ ബോട്ടം, ദുപ്പട്ടയുടെ ആ ഒരു ക്ലോസർ ലുക്ക് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. എൻഡിലേക്ക് നമുക്ക് ആ ഒരു ബ്രഷ് പെയിൻറ്റ് വരുന്നുണ്ട്. ഇതാണ് ഈ ഒരു സെറ്റിൻ്റെ പാറ്റേൺ വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ ആൻഡ് പിങ്ക് കളർ ടോണിലേക്കാണ് ഈ സെറ്റ് നമുക്ക് വരുന്നത്. ലൈറ്റ് ബ്ലൂ കളർ ടോണിലേക്കാണ് ഈ സെറ്റ് നമുക്ക് വരുന്നത്. ലൈറ്റ് പിങ്ക് കളർ ടോണിലേക്കാണ് ഈ സെറ്റ് നമുക്ക് വരുന്നത്.